ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻടേക്കിനെ പറ്റിയിട്ടുള്ളതാണ്. പ്രോട്ടീൻ പൗഡർ അടിച്ചാൽ മാത്രമേ ബോഡി ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത ജിമ്മിൽ പോകുന്നവർക്കും അല്ലാത്തവർക്കായിട്ടുള്ള ഒരുപാട് ആളുകൾക്കുണ്ട്. ഇതിൽ പ്രോട്ടീൻ പൗഡർ അടിച്ചാൽ മാത്രമേ ബോഡി ഉണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത പൂർണ്ണമായും ശരിയല്ല. നമുക്ക് പ്രോട്ടീൻ വേണം, മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീൻ വേണം, അത്രേ ഉള്ളൂ. അതിപ്പോൾ നമ്മളൊരു പൗഡർ ഫോമിൽ സപ്ലിമെൻ്റായിട്ട് എടുത്താലും അതല്ല നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാലും നമ്മുടെ ശരീരം ഒരേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യും. പേഴ്സണലി ഞാനൊരു പ്രോട്ടീൻ പൗഡർ ഫാൻ അല്ല. എനിക്ക് ആവശ്യമായുള്ള പ്രോട്ടീൻ മുഴുവനും ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ കൂടെ തന്നെയാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഒരു ഡെയിലി നോർമൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്ക്, നോർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായി അധ്വാനം വേണ്ടി വരുന്ന രീതിയിലുള്ള ജോലി ചെയ്യാത്ത ഒരാൾക്ക്, അതല്ലെങ്കിൽ മസിൽസിന് അധ്വാനം വേണ്ടി വരത്തക്ക രീതിയിലുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യാത്ത ഒരാൾക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം പ്രോട്ടീൻ പെർ kg ബോഡി വെയിറ്റ് ആണ്. അതായത് 50 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീൻ. പക്ഷെ നേരെ മറിച്ച് ശാരീരികമായി നല്ല അധ്വാനം വേണ്ടി വരുന്ന ജോലി ചെയ്യുന്ന ഒരാൾക്ക്, അതല്ലെങ്കിൽ ജിമ്മിൽ പോയോ അല്ലെങ്കിൽ വീട്ടിലോ മസിൽസിന് നല്ല അധ്വാനം വരത്തക്ക രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കുള്ള പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഇരട്ടിയാണ്. അതായത് 50 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് 100 ഗ്രാം പ്രോട്ടീൻ. നമുക്കറിയാം, നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോട്ടീൻ പൗഡർ മേടിക്കണമെങ്കിൽ, അതായത് 1 കിലോയുടെ ഒരു ഡബ്ബ മേടിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3000-ലധികമെങ്കിലും രൂപ നമുക്കൊരു മാസം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ 1 കിലോയുടെ ഒരു ഡബ്ബ പ്രോട്ടീൻ പൗഡർ മേടിക്കുമ്പം അതിനകത്ത് 30-32 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡറാണുള്ളത്. അത് ഓരോ സ്കൂപ്പിലും ഒരു 20 അല്ലെങ്കിൽ 25 ഗ്രാം പ്രോട്ടീനാണുള്ളത്. അപ്പോൾ നമുക്കൊരു ഓരോ ദിവസം ഓരോ സ്കൂപ്പ് വെച്ച് ഉപയോഗിച്ചാൽ ഒരു മാസം നമുക്ക് ആ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ 1 കിലോയുടെ ഡബ്ബ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു മാസത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 3000-ലധികം രൂപയാണ്. നമുക്കൊരു ദിവസം കിട്ടുന്ന പ്രോട്ടീനോ 20 അല്ലെങ്കിൽ 25 ഗ്രാമോ. അപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇനി നിങ്ങൾ കാശ് മുടക്കി അത് മേടിച്ചാലും നിങ്ങൾക്ക് ഒരു ദിവസം 20-25 ഗ്രാം പ്രോട്ടീൻ മാത്രമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ഒരു 100 രൂപ നിങ്ങൾ ഒരു ദിവസം മുടക്കാൻ റെഡിയാണെങ്കിൽ, അതായത് മാസം ഒരു 3000 രൂപ നിങ്ങൾ മുടക്കാൻ റെഡിയാണെങ്കിൽ, എല്ലാ ദിവസവും 100-110 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു 50 കിലോ 60 കിലോ ബോഡി വെയിറ്റ് ഉള്ള ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 രൂപ ഒരു ദിവസം മുടക്കിയാൽ അവൻ്റെ ബോഡി വെയിറ്റിൻ്റെ ഇരട്ടി ഗ്രാം, അതായത് 50 കിലോ ബോഡി വെയിറ്റ് ഉള്ളവന് ഒരു 100 ഗ്രാം, അല്ലെങ്കിൽ ഒരു 60 കിലോ ഉള്ളവന് ഒരു 120 ഗ്രാം പ്രോട്ടീൻ കിട്ടത്തക്ക രീതിയിലുള്ള നല്ലൊരു ഡയറ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഈ 100 രൂപ എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളുടെ ഒരു ദിവസത്തെ പ്രോട്ടീൻ ഇൻടേക്കിന് വേണ്ടി മാത്രം വരുന്ന തുകയാണ്. അതല്ലാതെ ഒരു ഫുൾ ഡേ മീലിന് വേണ്ടി വരുന്നൊരു ചിലവല്ല. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു BM ഫിറ്റ്നസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒരുപാട് സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മീലെന്ന് പറയുന്നത് രാവിലെ ഒരു 6 മണി 6:30 ആകുമ്പം ഒരു 100 ഗ്രാം മുളപ്പിച്ച ചെറുപയറോ അതല്ലെങ്കിൽ കടലയോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ നിന്നും ഏകദേശം 30 ഗ്രാം 100 ഗ്രാം മുളപ്പിച്ച ചെറുപയർ അല്ലെങ്കിൽ കടലയിൽ നിന്നും ഏകദേശം 30 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് കിട്ടും. ഇത് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നവർക്ക് റോ ആയിട്ട് കഴിക്കാം. ഇനി അതല്ല കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നവർക്ക് ഇഷ്ടപ്പെട്ട മറ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെ കൂട്ടി കുക്ക് ചെയ്ത് കഴിക്കാം. നമ്മുടെ രണ്ടാമത്തെ മീലാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഓട്സോ അതല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിയോ പുട്ടോ ദോശയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു 2 ഹോൾ എഗ്സും ഒരു 3 എഗ് വൈറ്റ്സും ഉൾപ്പെടുത്തുക. ഒരു ഹോൾ എഗ്ഗിൽ നിന്ന് ഏകദേശം 6 ഗ്രാം പ്രോട്ടീനും ഒരു എഗ് വൈറ്റിൽ നിന്ന് ഏകദേശം 4 ഗ്രാം പ്രോട്ടീനുമാണ് നമുക്ക് കിട്ടുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ 24 ഗ്രാം പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ കിട്ടും. ഈ ഒരു 2 ഹോൾ എഗ്സും 3 എഗ് വൈറ്റ്സും നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീലാണ് ഏകദേശം 1 മണിയാകുമ്പം ലഞ്ച്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചോറും ആ ചോറിൻ്റെ കൂടെ നല്ല രീതിയിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഒരു പ്രോട്ടീന് വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ചിക്കൻ നിങ്ങൾ ആഡ് ചെയ്യണം. 100 ഗ്രാം ചിക്കനിൽ നിന്ന് എങ്ങനെ പോയാലും നമുക്കൊരു ഏകദേശം ഒരു 20 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് ഒരു മിഡ് മോർണിംഗ് മീലായിട്ട്
ഏകദേശം ഒരു 11-11:30 ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രൂട്ട്സ്, ഒരു 1-2 ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ 4ാമത്തെ മീലാണ് ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ ഈവനിങ് സ്നാക്സ്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സോയ ചങ്ക്സ് കഴിക്കാൻ വേണ്ടിയാണ്. 100 ഗ്രാം സോയ ചങ്ക്സിൽ ഏകദേശം 50 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 40 ഗ്രാം സോയ ചങ്ക്സിൻ്റെ പാക്കറ്റ് ഏകദേശം ഒരു 10 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് മേടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈവനിങ് സ്നാക്സിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 20 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 5ാമത്തെ മീലാണ് നമ്മുടെ ഡിന്നർ. ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഈ ഡിന്നറിൽ നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ കഴിക്കാം, ഇനി അതല്ല ചപ്പാത്തി വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് വെയിറ്റ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളൊരു 4 എഗ് വൈറ്റ്സ് ഉൾപ്പെടുത്തുക. അതിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 16 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിന്നറിലൂടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടോട്ടലി 5 മീലിൽ നിന്നും നമുക്ക് എത്ര പ്രോട്ടീൻ കിട്ടിയെന്നും അതിന് എത്ര രൂപ ചിലവായെന്നുള്ളതും. ഈ ഒരു 5 മീലിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 110 ഗ്രാം പ്രോട്ടീനാണ്. അതിനുവേണ്ടി നമുക്ക് ചിലവായതോ 100 മുതൽ 105 രൂപ വരെ. അപ്പോൾ നിങ്ങൾ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായാലും അതല്ല കായികപരമായി അധ്വാനം വേണ്ടി വരുന്ന ജോലി ചെയ്യുന്ന ഒരാളായാലും അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒരു പ്രോട്ടീൻ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.